അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ചെറിയൊരു സൂറത്താണ് 105-ാമത്തെ അധ്യായം സൂറത്തുൽ ഫീൽ. എല്ലാവർക്കും സുപരിചിതമായ, വളരെ ലളിതമായി ഓതാൻ പറ്റുന്ന, എന്നാൽ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ ഫീൽ. എല്ലാവർക്കും അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ഈ ചെറിയ സൂറത്ത് നാം എല്ലാവരും ചെറുപ്പം മുതലേ കേട്ടും അറിഞ്ഞും പഠിച്ചവരാണ്. പല ആളുകൾക്കും അത് കാണാതറിയുന്നവരാണ്, കണ്ടിട്ടോതാൻ അറിയുന്നവരാണ്. നാം എല്ലാവരും ഈ ഒരു സൂറത്തിനെ ജീവിതത്തിൽ പതിവാക്കുകയാണ് എങ്കിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ ഫീൽ, മൻ ഖറഅ സൂറത്തുൽ ഫീലി, ആരെങ്കിലും സൂറത്തുൽ ഫീൽ പാരായണം ചെയ്താൽ ആഫാഹുല്ലാഹു തആല അയ്യാമ ഹയാത്തിഹി മിനൽ ഖസ്ഫി വമിനൽ മസ്ഖി. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഈ ദുനിയാവിൽ വെച്ച് കോലം മറിക്കലിൽ നിന്നും അതുപോലെ ഭൂമി വിഴുങ്ങലിൽ നിന്നൊക്കെ സംരക്ഷണം നൽകും, കാക്കുമെന്നാണ് പറഞ്ഞത്. ആഫാഹുല്ലാഹു തആല മിനൽ ഖസ്ഫി വമിനൽ മസ്ഖി. കോലം മറിക്കപ്പെടുന്ന സന്ദർഭം അവനിൽ ഉണ്ടാവുകയില്ല. അതുപോലെ ഭൂമി വിഴുങ്ങലിൽ നിന്ന്, അത്തരം പ്രതിസന്ധികളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷണം നൽകുമെന്നാണ്. ഞാൻ ഈ പറഞ്ഞ സൂറത്തിൻ്റെ പ്രത്യേകത, സൂറത്തുൽ ഫീൽ, ഫീൽ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ആന എന്നാണ്. ആനക്കലഹ സംഭവങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു സന്ദർഭത്തെ ആസ്പദമാക്കി അതിൻ്റെ ചരിത്രങ്ങളെയൊക്കെ വളരെയധികം ജനങ്ങൾക്ക് മുന്നിൽ വിവരിച്ചു കൊടുത്ത പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫീൽ ഖുർആനിലെ 105-ാമത്തെ അധ്യായമാണ്. വളരെ ചെറുതാണ്, എന്നാൽ നമുക്കൊക്കെ എല്ലാ പ്രതിസന്ധികൾക്കും ഓതാൻ പറ്റുന്നതായ മഹത്തായ ഒരു സൂറത്താണ്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം നാം തേടുകയാണെങ്കിൽ ഖുർആനികമായൊരു പരിഹാരമാണ് സൂറത്തുൽ ഫീൽ. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും, ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തുൽ ഫീൽ എല്ലാവരും പാരായണം ചെയ്യാൻ, അത് ഓതാൻ വേണ്ടി തയ്യാറാവാൻ എല്ലാവരും ശ്രമിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു വിജയം തന്നനുഗ്രഹിക്കട്ടെ. നമ്മിൽ പല ആളുകളും പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും സലാമത്തും ഹിഫ്ളും ഐശ്വര്യപൂർണമായ ജീവിതവും തന്നനുഗ്രഹിക്കട്ടെ. ഈ അറിവ് എല്ലാവരും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ദീനിൻ്റെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതിൻ്റെ വാഹകരാവുക. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.